അജുച്ചേട്ടൻ ഈ പറഞ്ഞ മുഴച്ചിരുന്ന സാധനത്തെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എന്തൊക്കെ പറയാൻ നിർബന്ധിച്ചു കൊണ്ടിരുത്തുന്ന ഒരാളെ അത് മുഴച്ചേനെ നിൽക്കും. ഇതിന്റെ ഒരു ക്ലോസ് ആണ്. നമ്മൾ ഇത്രയും ദിവസം ഇതിനു വേണ്ടി മാർക്കറ്റിംഗിന് വേണ്ടി ഇത്രയും ദിവസം അടക്കം ഉൾപ്പെടെ എഴുതിയിട്ടുണ്ടോ? അപ്പൊ കാരണം നമ്മൾ സിനിമയുടെ മെറിറ്റോ ഇതോ ചിലപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം നമുക്കൊന്നും ഈ സിനിമ ഓടില്ല എന്ന് തോന്നിയതിനു ശേഷം നമ്മൾ സിനിമ പ്രൊമോട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് കാര്യമില്ല. അഹാനയെ മാം ഇങ്ങനെ വരണം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നോ? പ്രൊമോഷൻസിന് പറയണം, പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നോ? എടാ എന്നെ ചോദ്യമാണ് അത്. ആ പടത്തിന്റെ മെയിൻ ഹീറോയിൻ ആയിട്ടുള്ള ആള് പ്രൊമോഷന് വിളിച്ചിരുന്നോ? ഇല്ല. മെയിൻ ആളെ വിളിച്ചിട്ട് പറയും ഞങ്ങൾ ഇങ്ങനെ ഒരു പടം ഇറക്കി, നീയാണ് അതിനകത്ത് ഹീറോയിൻ, നീ ഒരു കാരണവശാൽ ഈ പ്രൊമോഷനിൽ പങ്കെടുക്കരുത് എന്ന് പറയുമോ? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചേട്ടൻ വല്ലതും നോക്കേണ്ട, ആ സബ്സ്ക്രൈബ് ബട്ടൺ എവിടെ നോക്കി കണ്ടുപിടിച്ചിട്ട് അതിൽ പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹൃദയമോ എന്തെങ്കിലും ഇട്ട് വെക്കുക. ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം സഹായകരമാവും. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ അകമഴിഞ്ഞ് സഹായിക്കാൻ കിട്ടുന്ന അസുലഭ മുഹൂർത്തത്തെ പാഴാക്കി കളയരുതേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കമൻറ്റിന് വേണ്ടി ഐ ആം വെയിറ്റിംഗ്. അപ്പോൾ കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമാ ലോകം വളരെയധികം പ്രതിസന്ധി നേരിടുന്നൊരു കാലഘട്ടത്തിലാണ്. അത് പോരാഞ്ഞിട്ട് പ്രൊഡ്യൂസറും നടന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും പൂരെ തമ്മിലടിക്കുന്നൊരു സാഹചര്യമാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചില നടന്മാരോ നടിമാരോ 2-3 സിനിമ കിട്ടി ഹിറ്റാകുമ്പോഴത്തേനും ഞങ്ങൾ വലിയ കൊണാണ്ടറായെന്നൊരു സാധനമുണ്ട്. അത്തരത്തിലൊരു സാധനമാണ് ഇപ്പോൾ നമ്മുടെ അനശ്വര രാജനും അതേപോലെ തന്നെ അഹാന കൃഷ്ണനും ചെയ്തിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. രണ്ടുപേർക്കും ഒരു പ്രശ്നം തന്നെയാണ്. അതായത് പണ്ട് നമ്മുടെ ഷൈനികം കാണിച്ച അതേ പ്രശ്നം, പ്രമോഷൻ വിളിക്കുമ്പോഴത്തേനും വരാൻ സൗകര്യമില്ല. ഇതേപോലെ തന്നെ ഇടയ്ക്ക് ശ്വാസിക ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഇവർക്ക് പടം അഭിനയിക്കണം, ദമ്പടി കിട്ടണം, പക്ഷേ പ്രമോഷൻ വിളിക്കുമ്പോഴത്തേനും പ്രമോഷൻ വരാൻ സൗകര്യമില്ല. ആ സമയം മറ്റേ വേറെ പടം ചെയ്ത് അവിടെ കുറേ കൂടെ കാശ് കിട്ടും എന്നുള്ളതായിരിക്കാം. ഏതായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഈ പടത്തിൻ്റെ ഡയറക്ടർ തന്നെ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. പുള്ളിക്കാരി അതായത് അനശ്വര രാജൻ പ്രൊമോട്ട് ചെയ്യേണ്ട സമയത്ത് ഇൻസ്റ്റ വഴി പ്രൊമോട്ട് ചെയ്തില്ല. ഇപ്പോൾ ഈ ഇൻസ്റ്റ വഴി പ്രൊമോട്ട് ചെയ്തതെന്ന് പറഞ്ഞ ഒരു വലിയ ബാധകമാണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതായിരുന്നു നമ്മുടെ മേജർ ഒരു റവന്യൂ എന്ന് പറയുന്നത്, നമുക്ക് റീച്ച് കിട്ടാനുള്ള സാധ്യത. ആ സമയത്ത് പുള്ളി മുഖ്യം കാണിച്ചു എന്ന് പറഞ്ഞതാണ് നമ്മൾ റേസ് ചെയ്തൊരു കൺസേൺ. ഇന്ദ്രജിത്ത് സംസാരിച്ചായിരുന്നു എൻ്റെ അറിവിൽ. ആ പ്രൊമോഷൻ സമയത്ത് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിച്ചായിരുന്നു. പക്ഷെ അതിനൊന്നും ഒരു റെസ്പോണ്ട് പുള്ളിക്കാരി നോക്കാമെന്നുള്ള രീതിയിൽ പറയാം. അങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. ഒരു ചെറിയൊരു പോസ്റ്റ് ഇടുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോഴത്തേനും അനശ്വര രാജൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും 1 MB മേളിലുള്ള ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്തൂടെ ഇവരൊരു പോസ്റ്റ് ഇടുമ്പോഴത്തേനും അത് വലിയ രീതിയിൽ ഈ സിനിമയ്ക്ക് ഗുണം ചെയ്യും. ഇപ്പോൾ അവരുടെ പേഴ്സണൽ പേജിൽ അവർ പോസ്റ്റ് ഇടണമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. അവരെ കൊണ്ട് നിർബന്ധിച്ചത് ചെയ്യിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിർബന്ധിച്ച് ചെയ്യിക്കാൻ പറ്റുന്നൊരു കാര്യം, ഒരു സിനിമ ചെയ്യുമ്പോഴത്തേനും ഇവർ മറ്റേ എഗ്രിമെൻറ്റും സൂനാപ്പി സടാപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ പ്രൊമോഷണൽ സമയത്ത് വന്നേ പറ്റൂ. അത് വന്നില്ലെന്നുണ്ടെങ്കിൽ അത് വരുത്താനുള്ള ലീഗൽ മെഷേഴ്സ് എടുക്കുക. പിന്നെ ഒരാൾ വരാതിരിക്കുന്നില്ല. അവിടെ വന്നിട്ട് ഈ പടം കൊള്ളത്തിലിട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അവിടെ കൊണ്ട്. അതുകൊണ്ട് ഇത് താല്പര്യമില്ല, വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിരുന്നാലും ഇവർ ദമ്പടി ചോദിച്ച് വാങ്ങുമ്പോഴത്തേനും വരാനുള്ളൊരു ഇത് കാണിക്കണം. ഇനി നമ്മൾ അനശ്വര രാജിൻ്റെ ഫേസ്ബുക്കിലോട്ടോ ഇൻസ്റ്റാഗ്രാമിലോട്ടോ പോകുമ്പോഴത്തേനും അനശ്വര അഭിനയിക്കുന്ന എല്ലാ പടത്തിനെയും ഒന്നും കൂടാതെ എല്ലാ പടത്തിനും പുള്ളിക്കാരി എന്നത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മറ്റേ പൈങ്കിളി ആയാലും രേഖാചിത്രമായാലും അതിൻ്റെ രേഖാചിത്രത്തിൻ്റെ സക്സസ് മീറ്റ് ആയാലും എല്ലാം പുള്ളിക്കാരി ഇതിനകത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ദ്രജിത്തിൻ്റെ പേജ് നമ്മൾ കയറി നോക്കുമ്പോഴത്തേനും ഇന്ദ്രജിത്ത് ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ എന്ന് പറയുന്ന ഈ പടത്തിനെ പ്രൊമോട്ട് ചെയ്തിട്ട് 1-2 പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റ് തന്നെ കൊളാബടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ എല്ലാ സിനിമകളെയും പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ സിനിമയുടെ കാര്യത്തിനും വരുന്ന അനശ്വര എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് മാത്രം വന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അവിടെ ഇനി നമ്മുടെ ഹേമ കമ്മിറ്റി വന്നോ നമുക്കറിയത്തില്ല. അതുപോലത്തെ എന്തെങ്കിലും വിഷയമാണോ എന്ന് നമുക്കറിയില്ല. ബാക്കിയേക്കാം. ഇൻസ്റ്റയിൽ ഒരു 3 പോസ്റ്റ് ഇടുന്നതായിട്ട് എന്താണ് വോട്ട് സ്റ്റോപ്പിംഗ് കാർ എന്നുള്ളതാണ് ഫസ്റ്റ്. ഇൻഫാക്ട് ഇതിലെ മെയിൻ കാസ്റ്റ് ഇത് ഒരു ഹീറോയിൻ ഡ്രിവൺ മൂവിയാണ്, മനസ്സിലായില്ലേ? അവർ മാത്രമാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാ അവരില്ലാതെ അവർ വരാത്തൊരു പ്രൊമോഷൻ ചെയ്തിട്ട് എന്ത് കാര്യം? എൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞതൊരു ഇനിയിപ്പം നമ്മൾ വെയിറ്റ് ചെയ്തൊരു OTT റിലീസ് എന്നുള്ള രീതിയിൽ പോവാണോ എന്നുള്ള. കാരണം പ്രൈമറി ആയിട്ട് ആർട്ടിസ്റ്റുകളുടെ ഒരു താല്പര്യം കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ സിനിമയ്ക്ക് ഒരു വാല്യൂ ഉണ്ടാവത്തില്ലല്ലോ. ഇതിപ്പോൾ അനശ്വര രാജ വന്നിരുന്ന് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നെങ്കിൽ പോലും ഈ സിനിമയുടെ പേരിന് കിട്ടാത്തൊരു റീച്ചാണ് അനശ്വര രാജൻ വരാത്തത് കൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം കൊണ്ട് ഇതിന് കിട്ടുന്നത്. ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചലർ എന്ന് പറയുന്ന പടം ഉണ്ടെന്ന് പൊന്ന് തമ്പുരാനാണ് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു പടം ഇറങ്ങുന്ന കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ
പുള്ളിക്കാരി വരാത്തതുകൊണ്ട് നിങ്ങൾക്കത് പ്രൊമോഷൻ വൈസ് ഗുണമായെന്ന് തന്നെ വിചാരിച്ചാൽ മതി. ഇനി ഇന്ദ്രജിത്ത് ഈ സാധനം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രജിത്ത് വിളിച്ച് സംസാരിച്ചിട്ട് പോലും ഇന്ദ്രജിത്ത് വിളിച്ച് സംസാരിച്ചിട്ട് പോലും ഈ പുള്ളിക്കാരി ഇതിലേക്ക് അടുത്തിട്ടില്ല. ബേസിക് സംഭവം ഇന്ദ്രജിത്ത് എന്ന് പറയുന്നത് ഈ അനശ്വരയെ വെച്ച് താരതമ്യം ചെയ്യുമ്പോഴത്തേനും, അങ്ങനെ നമ്മളൊരു ആളെ മറ്റൊരാളെ വെച്ച് താരതമ്യം ചെയ്യുന്നത് തെറ്റാണ്. എന്നിരുന്നാലും നമ്മളൊരു മകന സുഖത്തിന് വേണ്ടി നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴത്തേനും അത് തെറ്റായൊരു പ്രവണതയാണ്. ഇപ്പം റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആൾ പറയുമ്പോഴത്തേനും അത് ചെയ്യാമായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അസോസിയേഷൻ വഴിയുള്ള നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അസോസിയേഷൻ വഴി നമുക്ക് മൂവ് ചെയ്യണം. അതിനുള്ള കോമ്പൻസേഷൻ അവർ തിരിച്ചു തരണം. ഈ റെമ്യൂണറേഷൻ തന്നിട്ട് ഇത്രയും ചെയ്യുമ്പോൾ ആ കോമ്പൻസേഷൻ നമുക്ക് ഉണ്ടായ നഷ്ടത്തിന് ഒരു വിഹിതം തരാൻ അവർ തയ്യാറാവണം. മനസ്സിലായില്ലേ? അല്ലാതെ ജസ്റ്റ് പ്രൊമോഷൻ വരുന്നില്ല എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകിച്ച് കാരണമല്ലാതെ വരുന്നത് എങ്ങനെയാണ് നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. കൃത്യമായി എണ്ണി പറഞ്ഞ് എൻ്റെ കയ്യിൽ മെസ്സേജുകളെല്ലാം തന്നെയുണ്ട്. ചോദിച്ചു വാങ്ങിച്ചിട്ട് ഷൂട്ടിങ്ങിന് പലപ്പോഴും വന്നിട്ടുള്ളത്. അപ്പം നമുക്കത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ വിശ്വാസത്തിനുള്ള. അതായത് പൈസ അങ്ങോട്ട് കിട്ടുന്ന കാര്യത്തിൽ പുള്ളിക്കാരി ഒരു സ്ട്രിക്റ്റ് ഓഫീസർ ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ, അതായത് പൈസ ചോദിച്ച് മേടിച്ച് എല്ലാം വെച്ചിട്ട് പിന്നീട് പ്രൊമോഷൻ വിളിക്കുമ്പോഴത്തേനും വരുന്നില്ല, പുള്ളിക്കാരിയാണ് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ എന്നിട്ട് പുള്ളിക്കാരിക്ക് പോലും താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇത് ഓൾറെഡി കോൺട്രാക്റ്റ് ഉണ്ട്. ഈ കോൺട്രാക്റ്റിനകത്ത് എഗ്രിമെൻറ്റിൻ്റെ സമയത്ത് ഇവർ ഒപ്പിട്ട് കൊടുക്കുന്ന ഇത്ര ദിവസം ഞാൻ ഇതിൻ്റെ പ്രൊമോഷൻ വന്നിരിക്കാന്നാണ്. അപ്പോൾ ഇപ്പം എല്ലാ പടവും പ്രൊമോഷന് വരുന്ന എല്ലാ പടത്തിൻ്റെയും പ്രൊമോഷന് സഹകരിക്കുന്ന ഒരു നടി ഈ പടത്തിൻ്റെ പ്രൊമോഷൻ സഹകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതിൽ നിന്നുണ്ടായിട്ടുണ്ടാകാം. ഉണ്ടത്രേ മറ്റു സാധനം ഉണ്ടല്ലോ, നമുക്കറിയത്തില്ല. അപ്പോൾ ഉണ്ടത്രേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ തമ്മിൽ പരസ്പരം പറഞ്ഞു തീർക്കണമായിരുന്നു. ഇപ്പോൾ ഇവരുടെ സൈഡിൽ നിന്ന് പറയുന്നത് അനശ്വര യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അനശ്വരയുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസ് വന്നിട്ടില്ല. ഇതിപ്പോൾ ഈ സാധനം ഇറങ്ങിയിട്ട് 3-4 ദിവസമായി, ഇതുവരെയായിട്ട് അനശ്വര ഈ കാര്യത്തിന് പ്രതികരിച്ചിട്ടില്ല. ഏതായാലും പുള്ളിക്കാരി പ്രതികരിക്കാതെ ഇതിനൊരു പുട്ടുപുള്ളി വെക്കാൻ നമുക്ക് പറ്റില്ല, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ നമുക്ക് പറ്റില്ല, എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇങ്ങനെയൊരു സമയത്ത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പോകാത്ത പ്രൊമോഷനില്ല, അറിയാമല്ലോ. ഒരാഴ്ച 4 പടം ഇറങ്ങും, ഒരു മാസം 4 പടം ഇറങ്ങും, ഒരു മാസം ഒരു 15 ഇൻ്റർവ്യൂ എങ്കിലും പുള്ളിക്കാരന് കാണും. പുള്ളിക്കാരൻ ഈ ഇൻ്റർവ്യൂവിനെല്ലാം പോകുന്നത് പടം പൊട്ടുമെന്നറിയാവുന്ന പടത്തിന് പോലും പുള്ളിക്കാരൻ ഇൻ്റർവ്യൂസിന് പോകാറുണ്ട്, പ്രൊമോട്ട് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ പുള്ളി അതിൻ്റെ കാരണം പറയുന്നത് ഈ അനശ്വരയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. തീർച്ചയായിട്ടും. കാരണം ഒരു സിനിമ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എഗ്രിമെന്റ് ചെയ്യും. ഈ എഗ്രിമെന്റിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് ഒരു സിനിമയെ നമ്മൾ ശമ്പളത്തോടെ വാങ്ങിക്കുന്ന എഗ്രിമെന്റ് ഒരു ക്ലോസ് ആണ്. നമ്മൾ ഇത്രയും ദിവസം ഇതിനു വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്രയും ദിവസം ഇപ്പോൾ ഉൾപ്പെടെ എഴുതിയിട്ടുണ്ടോ. അപ്പൊ കാരണം നമ്മൾ സിനിമയുടെ മെറിറ്റോ ഇതോ ചിലപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം നമുക്കൊന്നും ഈ സിനിമ ഓടില്ല എന്ന് തോന്നിയതിനു ശേഷം നമ്മൾ സിനിമ പ്രൊമോട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് കാര്യമില്ല. കാരണം അതെ, അത് നമ്മൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, പുളിങ്കുരു പോലെ നമ്മൾ എണ്ണി മേടിച്ചതിൻ്റെ ഒരു നന്ദി നമ്മൾ കാണിക്കണം. രണ്ടാമത്തെ കാര്യം, ഒരു സിനിമ പരാജയപ്പെടുവാണെങ്കിൽ ആ സിനിമയുടെ നഷ്ടം ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വ്യക്തിയിൽ മാത്രം ഒതുങ്ങും. ബാക്കി എല്ലാവർക്കും, ആ സിനിമയായിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഈ സാധനം ഒരു ലാഭവും. ആ സിനിമ പരാജയത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ട് തന്ന നിങ്ങളുടെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർക്ക് അതൊരു നഷ്ടവുമായിട്ട് വരും. സോ നിങ്ങൾക്ക് ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലും 2 കാര്യം കൊണ്ട് നിങ്ങളത് പ്രൊമോട്ട് ചെയ്യായിരുന്നു. ഒന്ന്, നിങ്ങളതിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൊണ്ട് പ്രൊമോട്ട് ചെയ്യായിരുന്നു. 2, നിങ്ങളുടെ ഒരു സിനിമ പരാജയത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി പിടിച്ചു നിർത്തേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ഒരു പടം പൊട്ടി എന്ന് പറയുന്നതും എൻ്റെ ഒരു പടം പോലും പൊട്ടിയിട്ടില്ല എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ഏറ്റവും കൂടുതൽ നേരിടുന്നൊരു അദ്ദേഹത്തിനെതിരെയുള്ള ഒപ്പോസിഷൻ എന്ന് പറയുന്നത് പൊട്ടിക്കൽ സ്റ്റാർ, പടക്കം സ്റ്റാർ എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഇനി പുള്ളി അത് മാറ്റാൻ എന്തോരം പാടുപെടും. അതേപോലെ അനശ്വരയൊക്കെ ഈ ഫീൽഡിൽ വളർന്നു തുടങ്ങുന്നതേ ഉള്ളൂ. വളർന്ന് പന്തളിച്ചു എന്നുള്ള ഒരു പന്തലിച്ചു അല്ലേ, എന്തോ അങ്ങനെ ഒരു ഫീലാണെങ്കിൽ അത് മാറ്റി നിർത്തുക. ബാക്കി പറ ശ്രീനിവാസൻ്റെ ധ്യാൻ ശ്രീനിവാസൻ പറ. നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു. പിന്നെ എഗ്രിമെന്റ് ഉള്ളിടത്തോളം കാലം അവർ ഡെഫിനറ്റ് ആയിട്ട് അതിനെ മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തേ പറ്റും. അപ്പം അത് എന്താ പറയുക, അങ്ങനെ ലീഗലി പോവുകയാണെങ്കിൽ അവരെ നമുക്ക് എന്ത് സ്കൂട്ടണി ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം മാർക്കറ്റിംഗ് ഡെഫിനറ്റ് ആയിട്ടും ഒരു സംശയമില്ല. നമ്മളൊരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായിക്കോട്ടെ, ഏത് സിനിമ ആയിക്കോട്ടെ, റെസ്പെക്റ്റീവ് ഓഫ് സിനിമയുടെ ക്വാളിറ്റി മെറിറ്റ് അതൊക്കെ വിട്ടിട്ട് ആ സിനിമ അയാളുടെ സിനിമയല്ലേ, അദ്ദേഹത്തിന്റെ സിനിമയാണ്, ആ നടിയുടെ സിനിമയാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് അവരതിനെ എന്തുമായിക്കോട്ടെ അവരതിനെ മാർക്കറ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്യാറുണ്ട്. അത് പറയാൻ ഏറ്റവും അർഹനായിട്ടുള്ള ഒരാൾ ധ്യാൻ ശ്രീനിവാസൻ തന്നെയാണ്. പുള്ളി പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ഒരു പടത്തിനെ പോലും ഒരാൾ പോലും പ്രൊമോട്ട് ചെയ്ത് കണ്ടിട്ടില്ല. പൊട്ടി പാളീസായി തെറിച്ച് നാറി ചമ്മി പുഴു തളിവെന്ന് തോന്നുന്ന പടത്തിന് പോലും പുള്ളിക്കാരൻ അമ്മാതിരി തള്ളി പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അവർ ആ പ്രൊഡ്യൂസറിന് കാണിക്കേണ്ട ഒരു നീതിയാണ് ആ സാധനം എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ രായ കുടുംബത്തിൽപ്പെട്ട അഹാന കൃഷ്ണനും ഇതേ സംഭവം ഉണ്ടായി. അതായത് പുള്ളിക്കാരി അഭിനയിച്ച ഒരു പടത്തിന് വേണ്ടിയിട്ട് പ്രൊമോഷന് വിളിച്ചപ്പോഴത്തേനും പുള്ളിക്കാരി അതിന് വരാൻ തയ്യാറായിട്ടില്ല. ഈ പടത്തിൻ്റെ പ്രൊമോഷന് വരണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് തവണ
തവണ കോൺടാക്ട് ചെയ്തിട്ടും അവർ വരാൻ തയ്യാറാകാത്തൊരു സാഹചര്യമുണ്ട്. ഇതിനെക്കുറിച്ച് ആ സിനിമയുടെ മെയിൻ കൊണാണ്ടർ പറയുന്നത് നമുക്ക് കേൾക്കാം. കൊണാണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറോ ഡയറക്ടർ പ്രൊഡ്യൂസർ. ഈ സിനിമ വർഷങ്ങൾക്ക് ശേഷം റിലീസിന് വരുമ്പോൾ റിലീസിന് തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഒരുപാടുണ്ട്. പക്ഷെ അതിപ്പോൾ പുറത്ത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ബെറ്റർ ഞാൻ ഇപ്പോൾ അത് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. കാരണം മേജർ ഒരു പ്രധാന ക്യാരക്ടർ തന്നെ നമ്മൾക്ക് പ്രൊമോഷനാണെങ്കിലും മാർക്കറ്റിങ്ങിനാണെങ്കിലും എല്ലാം കമ്പാരിറ്റീവ്ലി സഹകരണം ഇല്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം കുറേ സ്ട്രഗിൾസ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അഹാനയെ മാം ഇങ്ങനെ വരണം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നോ? പ്രൊമോഷൻസിന് വരണം, പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചു. എടാ എന്നെ ചോദ്യമാണ് അത്. ആ പടത്തിൻ്റെ മെയിൻ ഹീറോയിൻ ആയിട്ടുള്ള ആള് പ്രൊമോഷന് വിളിച്ചിരുന്നോ? ഇല്ല. മെയിൻ ആളെ വിളിച്ചിട്ട് പറയും ഞങ്ങൾ ഇങ്ങനൊരു പടം ഇറക്കി, നീയാണ് അതിനകത്ത് ഹീറോയിൻ, നീ ഒരു കാരണവശാലും ഈ പ്രൊമോഷനിൽ പങ്കെടുക്കരുത് എന്ന് പറയുമോ? എന്നെ ചോദ്യം അത്. അങ്ങനെ PR വിളിച്ചിരുന്നു. നമ്മളെല്ലാവരും കോൺടാക്ട് ചെയ്തതാണ്. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ അഹാനെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാനൊരു 1 year ബാക്ക് നമ്മുടെ സോങ് റിലീസ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ മുമ്പായിട്ടും അതിന് ശേഷവും കറക്റ്റായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കേണ്ടവരായിരിക്കും. ബട്ട് ഒരുപാട് കോൺടാക്ട് ചെയ്തതായിരുന്നു നമ്മൾ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരി ജോയിൻ ചെയ്തിട്ടില്ല. കാരണം പുള്ളിക്കാരി ജോയിൻ ചെയ്യില്ല. പുള്ളിക്കാരി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി അവരെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ പോലീസ് വരുമോ? ഞാൻ ഒന്നും പറയുന്നില്ല, ബാക്കി പറ. ഇന്നത്തെ മലയാള സിനിമയിൽ ഇപ്പോൾ പ്രമുഖ നടിയായിട്ടുള്ള ഈവൻ അനശ്വര രാജനടക്കം ഇതുപോലെ ഒരു സംവിധായകന്റെ സിനിമയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ നാൻസി റാണി എന്നുള്ള സിനിമയിലെ ടൈറ്റിൽ റോളുള്ള അഹാനയും ഇതുപോലെ വിട്ടു നിൽക്കുന്നത്. നാൻസി റാണി, അതാണ് ഈ പടത്തിൻ്റെ പേര്. ഇനി പടത്തിൻ്റെ പേരാരും അറിഞ്ഞില്ലെന്ന് പറയില്ല. ആ പടത്തിൻ്റെ പ്രൊമോഷനാണ് ഈ പ്രൊമോഷൻ. അപ്പം 2 പടത്തിനെ ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് 5 പൈസ കിട്ടിയിട്ടില്ല. ഫ്രീ ആയിട്ട് പ്രൊമോഷൻ. ടേക്ക് ഇറ്റ്. ഇതെൻ്റെ ഒരു ടിപ്സായിട്ട് കൂട്ടിയാൽ മതി. എഗ്രിമെന്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായി പങ്കെടുക്കണം എന്നില്ലേ? അതോ എന്തെങ്കിലും ഫൈനാൻഷ്യൽ സെറ്റിൽമെന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ആയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഫൈനാൻഷ്യൽ സെറ്റിൽമെന്റ് എല്ലാം നമ്മുടെ തീർന്നതായിരുന്നു. എഗ്രിമെന്റിലെ സംഭവങ്ങളെല്ലാം ഉള്ളതാണ്. പിന്നെ അവരുടെ പേഴ്സണൽ നമുക്ക് ഇപ്പോൾ അജു ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾക്ക് ഉന്തിക്കേറ്റി വലിച്ചു വെച്ച് അത് മുഴച്ച് നിൽക്കണേക്കാളും നല്ലത് ബെറ്റർ എങ്ങനെയോ അങ്ങനെ തന്നെ പോട്ടെ. ഇല്ലാത്ത നഷ്ടം വരുവാണെങ്കിൽ നമ്മളത് സഹിക്കാം. കാരണം നമ്മൾ നമ്മുടെ മാക്സിമം നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. ഇതിന് കൂടുതൽ എങ്ങനെ റിക്വസ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അപ്പോളജി ചെയ്യണമെങ്കിൽ അതുവരെയും ചെയ്തിട്ടുള്ളതാണ്. സോ അപ്പോൾ അത്രയൊക്കെ അപേക്ഷിച്ചിട്ട് പോലും അവർ ഈ പടത്തിന് സഹകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടെന്ന് വെക്കണം. അവരവിടെ വന്നിരുന്നിട്ട് ഈ പടം പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമില്ലാതെ വന്നിരുന്നിട്ട് പടം കൊള്ളത്തില്ല, എനിക്ക് താല്പര്യമില്ലായിരുന്നു, അല്ലെ പൊട്ടപ്പടമൊന്നും എൻ്റെ 6 ബാഡ് ബോയ്സ് ഇറങ്ങിയിട്ട് പറഞ്ഞതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പടത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി അവിടെ തീരും. അതിലും നല്ലത് ഇതുപോലത്തുള്ള ജാഡ ടീമുകൾ വരാതിരിക്കുന്നത് തന്നെയാണ്. ഇനി അജുച്ചേട്ടൻ ഒരു സാധനം പറഞ്ഞൊന്നും അല്ലെന്നില്ലേ? അജുച്ചേട്ടനോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേന് അജുച്ചേട്ടൻ ഇതൊന്നും അറിയത്തില്ല. അങ്ങനെ അജുച്ചേട്ടൻ ഈ വിഷയത്തെക്കുറിച്ച് ഇത് പ്രൊഡ്യൂസർ നമ്മൾ ഹാൻഡിൽ ചെയ്യണമായിരുന്നു, 2 മുറിക്കകത്തിരുന്ന് സംസാരിക്കേണ്ട വിഷയമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അജുച്ചേട്ടൻ ഈ പറഞ്ഞ മുഴച്ചിരുന്ന സാധനത്തെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എന്തൊക്കെ പറയാൻ നിർബന്ധിച്ച് കൊണ്ടിരുത്തുന്ന ഒരാളെ അത് മുഴച്ചേനെ നിൽക്കും. ഏത് സിനിമയുടെ ആയിക്കോട്ടെ. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ തൽക്കാലം ഹാപ്പി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ നാൻസി റാണി, ഇപ്പം ചേച്ചിക്കും സോൻ ചേട്ടനും ഞാൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ധ്രുവനും അടുത്തവനെ കണ്ടപ്പോൾ മനുവിന് വേണ്ടി ഈ സിനിമ ഞങ്ങൾക്ക് തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട്. മനുവിന് വേണ്ടിയിട്ടോ? എനിക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ ഇറക്കുന്നത്? വാവ്, ഇറ്റ്സ് എ മെർക്കുലസ് പരിപാടി. ഏതായാലും ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. ഇതിനകത്ത് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന നടന്മാരായാലും ഏത് മേഖലയിൽ നിൽക്കുന്ന ആളുകളായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ വന്ന് കയറി നിങ്ങൾ സക്സസ് ആയി അല്ലെങ്കിൽ നിങ്ങൾ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ട് എന്നുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ജാട കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളവിടെ 3G ആയിട്ടിരിക്കത്തേ ഉള്ളൂ. മറ്റ് പലരും നിങ്ങളുടെ സ്ഥാനം കൈയടക്കി പോകും. ആ ഒരു അഹങ്കാരം കാണിച്ച് ഇപ്പോൾ പടങ്ങളെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വളരെ നല്ലൊരു എക്സാമ്പിളാണ് ഷൈൻ നിഗം എന്ന് പറയുന്നത്. അയാൾക്ക് കഴിവില്ലേ, അയാളെ കാണാൻ സുന്ദരനല്ലേ, അയാൾക്ക് പടവില്ലേ, പക്ഷേ അയാളുടെ പടം വിജയിക്കുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം ഒന്ന്, പുള്ളിക്ക് ഇൻഡസ്ട്രിയിൽ നല്ല ചീത്തപ്പേരാണ്. പുള്ളി സമയത്തിന് വരത്തില്ല, പറയുന്ന കേൾക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മൊത്തം ചീത്തപ്പേരാണ്. അതോടൊപ്പം തന്നെ ഉണ്ണിമുന്തനും കൂടെ പറഞ്ഞപ്പോഴത്തേനും ശുഭം അടിവരെ ഇട്ടൊരു കുത്തും വെച്ച് കൊടുത്തു. അപ്പോൾ ആ ഒരു നിലയിലേക്ക് നിങ്ങളാരും പോകാതിരിക്കുക. ഇപ്പോൾ ഈ അനശ്വരയുടെ വിഷയത്തിൽ അഹാന ഞാൻ വിട്ട്, അഹാന ആ മുല്ലപ്പൂമ്പടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം, നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്, ഞാനൊന്നും ഡിസ്ക്രൈബ് ചെയ്യുന്നു പറയുന്നില്ല, എനിക്കിവിടെ പോലീസ് വരുന്നതിനോടൊന്നും താല്പര്യമില്ല. ഇനി രണ്ടാമത്തെ സംഭവം നമ്മൾ പറയുന്നത് ഈ അനശ്വര രാജിൻ്റെ വിഷയത്തിലേക്ക് സംസാരിക്കുകയാണെങ്കിൽ അനശ്വര മറ്റെല്ലാ സിനിമയുടെ പ്രൊമോഷൻ പോയിട്ടുണ്ട്. മറ്റെല്ലാ സിനിമയുടെ പ്രൊമോഷൻ്റെ കാര്യങ്ങളും അവരുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. മറ്റെല്ലാ കാര്യങ്ങളുമായിട്ട് അവർ സഹകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയുമായിട്ട് മാത്രം സഹകരിച്ചില്ല എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ പിന്നെ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടാവാം. ആ കാരണങ്ങൾ പ്രോപ്പറായിട്ട് പറഞ്ഞ് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതായിരിക്കും ഏറ്റവും ഉത്തമമായ മാർഗ്ഗമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ചീത്തപ്പേര് ഇൻഡസ്ട്രി കറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട പടം, നിങ്ങൾക്ക് 10 പടം കിട്ടണമെങ്കിൽ അതിൽ 9 പടം കിട്ടിയാലും ഓർണ ലോസ് തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വിഷയങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യട്ടെ. ഇപ്പോൾ മനസ്സിലായില്ലേ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും നടന്മാരും എന്തിനാണ് തമ്മിലടിക്കുന്നതെന്ന്? ഇതാ കാരണം.
ഇത് തന്നെയാണ് കാരണം. ഇവർ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയാണ് ഇല്ലാത്ത പ്രശ്നം. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.